ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഏവിയേറ്റർ വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം, അതേപോലെ ഫ്രണ്ട് ബുഷ് സെറ്റ്, ഗ്രീസിങ്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ടയർ നമുക്ക് ആവറേജ് ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കുറച്ചും കൂടി ഓടാൻ ഉണ്ട്. പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ സർവീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാം, കാരണം അത്രയും കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. അത്യാവശ്യം നല്ല ഫിൽറ്ററാണ്. തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണ്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലായാലും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി, ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെയും ക്ലച്ച് ഷൂ വർക്ക് ചെയ്തതിൻ്റെയൊക്കെ പൊടി അതിനകത്തുണ്ട്. അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കാം. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റും കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, നിലവിൽ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അപ്പോൾ അതിൻ്റെ ഇതായത് നോക്കുമ്പോൾ തേമാനമൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. CVT ക്ലച്ചിൻ്റെ മെയിൻ പാർട്ട്, അതായത് ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല. ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നസ് ഇല്ലാതെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലമൊന്നുമില്ല. പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ അടിഭാഗം കറക്റ്റ് സ്ലോപ്പ് പോലെ നിൽക്കുന്ന, ശരിക്കും കൂർത്ത് നിൽക്കണം കേട്ടോ. എൻ്റെ അടിയിൽ ചെറിയൊരു പ്ലേറ്റ് പോലെ ഉണ്ട്, അതില്ല. അത് മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഈ അടിഭാഗം ഒന്ന് പിടിപ്പിക്കണം കേട്ടോ. കാരണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് റോഡ് നനഞ്ഞാലും മണ്ണിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നനഞ്ഞ് കിടക്കുന്ന ഭാഗമൊക്കെയാണെങ്കിൽ കുഴിഞ്ഞു പോയി വണ്ടി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. അങ്ങനൊരു കേസ് ഉണ്ട് അതിനകത്ത്. മാറ്റണമെന്നില്ല, ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ ചെറിയൊരു പട്ടയുടെ പീസ് എന്തെങ്കിലും വെച്ച് വെൽഡ് ചെയ്താലും മതി. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ചോക്കിൻ്റെ കേബിള് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഉപയോഗം കുറവാണെന്ന് തോന്നുന്നു, ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും കേട്ടോ. അപ്പോൾ ചോക്ക് കേബിളൊന്നും മാറ്റിയിടാം. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓപ്പറേറ്റിംഗ് ഒക്കെ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ ഫ്രണ്ട് ബുഷ് സെറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഓവലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. നമുക്ക് ഏകദേശം 102 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നുള്ളൂ. കോളർ ബുഷും മറ്റേ ലിങ്ക് ബുഷായാലും സൈഡും അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പ്ലേ ഉണ്ട് ലിങ്കിൻ്റെ. കോളർ മാറ്റി ഇട്ട് നോക്കാം. നടപടി ആയില്ലെങ്കിൽ നമുക്ക് ബുഷ് സെറ്റായിട്ട് മാറ്റേണ്ടി വരും കേട്ടോ. ഇത്രയും പ്ലേ ഉണ്ട് ഇതിനകത്ത്. കോളറും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഫുൾ സെറ്റ് നമുക്ക് മാറ്റിയിടാം. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.74 അതിൻ്റെ വോൾട്ട് കിട്ടണം നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന കേസ് ഒരു പക്ഷേ ചിലത് പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് വരും. അത് സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് കാണിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില കേസിൽ നമുക്ക് കുറച്ച് ലൈഫ് കിട്ടും. അത് നോക്കിയിട്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. പക്ഷേ വലിയ താമസിച്ചാണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ വലിയ താമസിച്ചാണ്ട് കാണിച്ചേക്കാം കേട്ടോ. ഓൾറെഡി നമുക്ക് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ പ്ലഗും കൂടിയാണ് സാധാരണ നമുക്ക് ഒരുമിച്ച് മാറ്റേണ്ടി വരാറ്. പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് ഉപയോഗിക്കേണ്ട അതിൻ്റെ നല്ല ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററാണ്. ഇതിപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ മാറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാമെന്നുള്ളത്. അത്രയാണ് നമുക്ക് മെയിൻ സർവീസുമായി ബന്ധപ്പെട്ട് വരാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ വെഹിക്കിൾ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊല്യൂഷനൊക്കെ ഓൾറെഡി തീർന്നു നിൽക്കുന്നതാണ്. ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല വണ്ടിക്ക്, പീരീഡിലല്ല. അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അതും കൂടി എടുത്തു പോകാമെന്നുള്ളൂ. അപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടക്കം നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പറയാം. അതായത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം. പിന്നെ ഉള്ളത് ഒന്ന് ചോക്കിൻ്റെ കേബിൾ, ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ബുഷും കോളറും മാറ്റിയൊക്കെ ഇട്ടെങ്കിൽ കോളർ കൂട്ടാം, അല്ലെങ്കിൽ ഫുൾ സെറ്റായിട്ട് കൂട്ടേണ്ടി വരും. പിന്നെ പൊല്യൂഷൻ്റെ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വാട്ടർ സർവീസൊക്കെ കേട്ടോ. അതടക്കം നോക്കിയിട്ട് എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.